Hi, hello. Salt and pepper ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രത്യേക വിഭവമാണ് കാന്താരി താറാവ്. കാന്താരി താറാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ കാന്താരി മുളക് ആവശ്യത്തിന്, ചെറിയ ഉള്ളി 200 ഗ്രാം, സവോള ഒരെണ്ണം, തക്കാളി 2 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, ഗ്രാമ്പു 2 എണ്ണം, പച്ചമുളക് 3 എണ്ണം, എണ്ണ 3 ടീസ്പൂൺ, തേങ്ങാപ്പാല് ഒരെണ്ണത്തിൻ്റെത്, പുതിനയില ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, സ്പ്രിംഗ് ഓണിയൻ കുറച്ച്, രംഭയില ആവശ്യത്തിന്, കറുവപ്പട്ട, ജാതിപത്രി കുറച്ച്, ഉപ്പ് ആവശ്യത്തിന്. നമുക്കിത് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒരു 3 സ്പൂൺ ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി 1 കഷ്ണം അരിഞ്ഞതും ചേർത്ത് മൂപ്പിക്കാം. അതിനുശേഷം നമുക്ക് കറുവാപ്പട്ട കുറച്ച്, ജാതിപത്രി ഇവ ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ചെറിയ ഉള്ളി 200 ഗ്രാം മുഴുവനോടെ ചേർത്ത് ഇളക്കണം. ഇതിനൊപ്പം ഒരു സവാള അരിഞ്ഞതും ചേർത്ത് വഴറ്റി കൊടുക്കാം. വഴന്നു വരുമ്പോൾ 2 തക്കാളി അരിഞ്ഞതും 3 തൊണ്ടൻ മുളകും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കണം. ഇനി വറ്റൽ മുളകും സ്പ്രിംഗ് ഓണിയനും ചേർത്ത ശേഷം മല്ലിയില 1 പിടിയും കാന്താരി മുളക് ചതച്ചതും ചേർക്കണം. അതിലേക്ക് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ഇടത്തരം പീസാക്കി വെച്ചിരിക്കുന്ന 1.5 കിലോ വരുന്ന താറാവ് ചേർത്ത് കൊടുക്കാം. വഴറ്റിയ മസാല താറാവിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുരുമുളക്, പച്ചമുളക്, കാന്താരി, പെരുംജീരകം, വെളുത്തുള്ളി, ഗ്രാമ്പൂ, ജാതിപത്രി ഇവ അരച്ചു വെക്കണം. ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം രംഭയില കുറച്ച്, 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇവയും കൂടി ചേർത്ത് വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ കാന്താരി താറാവ് റെഡിയായി. നിങ്ങളും ഇത് ട്രൈ ചെയ്യുമല്ലോ. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.